എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് വളരെ പെട്ടെന്ന് എങ്ങോട്ടെങ്കിലും ഒരു ഫംഗ്ഷനോ അല്ലെങ്കിൽ പുറത്തേക്ക് എവിടെയെങ്കിലും ഒന്ന് പെട്ടെന്ന് പോകേണ്ട വന്നു, ബ്യൂട്ടി പാർലറിൽ പോകാനോ അല്ലെ വീട്ടിൽ തന്നെ ഫേഷ്യൽ ചെയ്യാനോ സ്ക്രബ് ചെയ്യാനോ ഒക്കെ സമയം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് ഇൻസ്റ്റൻ്റ് ആയിട്ട് ചെയ്യാൻ പറ്റിയ ഒരു പീൽ ഓഫ് മാസ്ക് ആണ് ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. നമ്മുടെ മുഖത്തെ വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും ഒക്കെ റിമൂവ് ചെയ്ത് അതുപോലെ ഡെഡ് സ്കിൻ സെൽസും ഒക്കെ റിമൂവ് ചെയ്ത് വളരെ പ്ലംബി ആയിട്ടുള്ള ഒരു ലുക്ക് അല്ലെങ്കിൽ നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ലുക്ക് തരാൻ പറ്റിയ ഒരു പീൽ ഓഫ് മാസ്ക് ആണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്കിത് ഞാൻ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും അതിൻ്റെ റിസൾട്ട് എത്രമാത്രം ഉണ്ടെന്നുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം ഇവിടെ എടുത്തിരിക്കുന്നത് ഒരു മുട്ടയുടെ വെള്ളയാണ് നമുക്ക് വേണ്ടത്. മുട്ടയുടെ വെള്ള നമുക്ക് നമ്മുടെ മുഖത്തെ ഓയിൽ കൺട്രോൾ നിലനിർത്താനും അതുപോലെ നമ്മുടെ സ്കിന്നിനെ ടൈറ്റൻ ചെയ്യാനൊക്കെ വളരെ നല്ലതാണ്. അത് കഴിഞ്ഞ് ഞാൻ എടുത്തിരിക്കുന്നത് കോഫി പൗഡറാണ്. ഇപ്പോൾ ഞാനൊരു 1/2 ടീസ്പൂൺ കോഫി പൗഡർ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 2-3 പിഞ്ച് മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. ഞാൻ സാധാരണ മഞ്ഞൾപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്, അതുകൊണ്ടാണ് 2-3 പിഞ്ച് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് നമ്മൾ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ, അത് കട്ടയൊന്നും ഇല്ലാതെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനിയിപ്പോൾ നമുക്ക് അടുത്തത് വേണ്ടത് ടിഷ്യൂ ആണ്. അപ്പോൾ ഞാനിവിടെ പോക്കറ്റ് ടിഷ്യൂ ഇല്ലേ, പോക്കറ്റ് ടിഷ്യൂ മറ്റേ ടിഷ്യൂ ഏത് ടിഷ്യൂ വേണേലും എടുക്കാം. ഇതിനെ ഒന്ന് 3-4 മടക്കിയതിന് ശേഷം നമുക്ക് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ടൊന്ന് മുറിച്ചെടുക്കണം. അപ്പോൾ ഇവിടെ ഞാൻ ആദ്യം ഒന്ന് മടക്കി ഒന്ന് മുറിച്ചെടുത്തു, അത് കഴിഞ്ഞ് ഒന്നുകൂടി മടക്കി മുറിച്ചെടുത്തു. അത് കഴിഞ്ഞ് ഇങ്ങനെ നല്ല കുഞ്ഞു കുഞ്ഞു പീസുകളായിട്ട് ഞാനിവിടെ ഒരു 2 ടിഷ്യൂ ഫുള്ളൊന്ന് മുറിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ എടുത്തോണ്ട് വന്നിട്ടുണ്ട് നമ്മുടെ കോഫി എഗ് മിക്സറും പിന്നെ നമ്മുടെ ടിഷ്യൂ പേപ്പറും എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. പിന്നെ ഞാൻ ഒരു ബ്രഷും കൂടി എടുത്തിട്ടുണ്ട്. ഞാൻ ആദ്യം മുഖം ഒന്ന് നന്നായിട്ട് വാഷ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം നമ്മളൊരു ചെറിയ ചൂടുവെള്ളത്തിൽ, ഒരുപാട് ചൂടുവെള്ളത്തിൽ നമ്മൾ ഫേസ് വാഷ് ചെയ്യാൻ പാടില്ല. നമ്മുടെ കുഞ്ഞു കുഞ്ഞു നെർവ്സ് ഒക്കെ ഉണ്ടാവും, അതൊക്കെ ഡാമേജ് ആയിട്ടുണ്ട്. നമ്മുടെ മുഖത്ത് ബ്ലാക്ക് പാടുകൾ വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ചെറിയൊരു ചൂടുവെള്ളത്തിൽ നമ്മൾ നമ്മുടെ സ്കിന്നൊന്ന് ഫേസ് വാഷോ അല്ലെങ്കിൽ നിങ്ങൾ എന്താണ് ഉപയോഗിക്കുന്നത്, പയറുപൊടിയോ അങ്ങനെ എന്താണെന്ന് ഉപയോഗിക്കണതെന്ന് വെച്ചാൽ അത് വെച്ച് നന്നായിട്ടൊന്ന് ഫേസ് ഒന്ന് ക്ലീൻ ചെയ്യുക. ക്ലീൻ ചെയ്തതിന് ശേഷം എൻ്റെ പൊട്ടൊക്കെ ഒന്ന് പറിക്കട്ടെ. നമ്മുടെ ഹെയർ ഒക്കെ ഒന്ന് ബാക്കിലേക്ക് ആക്കാൻ വേണ്ടിയിട്ട് ഇനിയിപ്പോൾ നമുക്കൊരു ഹെയർ ബാൻഡ് വെക്കാം. അപ്പോൾ എൻ്റെ കയ്യിൽ ബാൻഡ് ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ ബാൻഡ് കെട്ടണത്. നിങ്ങൾക്ക് ബാൻഡ് ഉള്ളവർക്ക് ബാൻഡ് കെട്ടാം, ഇല്ലാത്തവർക്ക് ഇപ്പം മുടിയൊക്കെ നമ്മുടെ ഫേസിലേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണത്. അപ്പോൾ ഞാൻ നന്നായിട്ട് ഇതൊന്ന് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ ഈ പാക്ക് ഒന്ന് നമുക്ക് ഫേസിലേക്ക് അപ്ലൈ ചെയ്യാം. അപ്പം ഞാനൊരു ബ്രഷ് കൊണ്ടാണ് കേട്ടോ അപ്ലൈ ചെയ്യണത്. അപ്പോൾ നിങ്ങൾക്ക് ബ്രഷ് കൊണ്ട് അപ്ലൈ ചെയ്യണം എന്നില്ല, നിങ്ങൾക്ക് കൈ കൊണ്ടായാലും അപ്ലൈ ചെയ്താൽ മതി. ഞാൻ എൻ്റെ കയ്യിൽ ബ്രഷും ഇതൊക്കെ ഉള്ളത് കൊണ്ടാണ് ഞാൻ ബ്രഷ് കൊണ്ട് അപ്ലൈ ചെയ്യണത് കേട്ടോ. കാരണം ഞാനിവിടെ നേരത്തെ കൊറോണയ്ക്ക് മുന്നേ ഞാൻ വീട്ടിൽ ബ്യൂട്ടി പാർലർ നടത്തുന്നുണ്ടായിരുന്നു, വീട്ടിൽ ഞാൻ ചെയ്ത് കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എൻ്റെ കയ്യിൽ എല്ലാ സാധനങ്ങളും ബ്രഷും അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിതൊക്കെ ഉപയോഗിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇല്ലെന്ന് വിചാരിച്ച് നിങ്ങൾ ടെൻഷൻ അടിക്കുകയോ വിഷമിക്കുകയോ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങൾ നിങ്ങളുടെ കൈ കൊണ്ട് തേച്ചാലും മതി. അപ്പോൾ ഞാൻ ഇതിപ്പോൾ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിനുശേഷം നമ്മുടെ ഈ ടിഷ്യൂ എടുക്കുക. ടിഷ്യൂ എടുത്തിട്ട് നമുക്ക് പതുക്കെ ഓരോരോ ലെയറുകളായിട്ട് ഇങ്ങനെ എടുത്തതിന് ശേഷം നമുക്ക് നമ്മുടെ സ്കിന്നിലേക്ക് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഇപ്പം ഞാൻ ഇങ്ങനെ എല്ലാ സൈഡിലേക്കും ഞാൻ നന്നായിട്ട് ഇവിടേക്കെല്ലാം ഇറക്കി നന്നായിട്ട് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതിൻ്റെ ബാക്കി ഇത് നമുക്ക് ഇതിൻ്റെ പുറത്തേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ കണ്ടോ, ഞാൻ എല്ലായിടത്തേക്കും നന്നായിട്ട് പരട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിങ്ങനെ പരട്ടിയതിന് ശേഷം നമ്മൾ വർത്താനം പറയാൻ പാടില്ല. ഇനിയിപ്പോൾ നമുക്ക് ഇതൊന്ന് ഉണങ്ങണം. അപ്പോൾ ഉണങ്ങാൻ വേണ്ടിയിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇതിപ്പോൾ നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് പതുക്കെ ഏതെങ്കിലും ഒരു സൈഡിൽ നിന്ന് നമുക്ക് പതുക്കെ ഇതിങ്ങോട്ട് റിമൂവ് ചെയ്യാം. അപ്പോൾ ഇത് പതുക്കെ നമ്മൾ റെഡിമെയ്ഡ് വാങ്ങിക്കുന്ന പീൽ ഓഫ് മാസ്ക് ഇല്ലേ, അപ്പോൾ അതൊക്കെ ഉണങ്ങിക്കഴിയുമ്പോൾ പൊളിഞ്ഞു പോരുന്ന പോലെ നമ്മുടെ വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും അതുപോലെ നമ്മുടെ ഇളകിയിരിക്കുന്ന ഡെഡ് സ്കിൻ സെൽസും എല്ലാം ഇങ്ങോട്ട് പതുക്കെ അതിൻ്റെ കൂടെ പൊളിഞ്ഞു പോകുന്നോളൂ. നമ്മുടെ മുഖം നല്ല ക്ലീൻ ആയിരിക്കും. നമുക്ക് വേദന എടുക്കത്തൊന്നുമില്ല കേട്ടോ ഇത് പറിച്ചെടുക്കുന്ന സമയത്ത്. അപ്പോൾ നിങ്ങൾക്ക് കാണാം ഇനി പറിച്ചെടുക്കുമ്പോൾ നമ്മുടെ സ്കിന്നിലെ മാറ്റം.
ഇത് നല്ലൊരു ബ്രൈറ്റ് ആയിട്ട് വന്നിട്ടില്ലേ, അതുപോലെ തന്നെ ഇത് ഇട്ട് കഴിയുമ്പോൾ നമുക്കൊരു നല്ലൊരു പ്ലംബി ഫീലാണ് കേട്ടോ. നമുക്ക് 2 ദിവസം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും, ഇതിപ്പോൾ ഞാൻ ഇട്ടിട്ട് 2 ദിവസം കഴിഞ്ഞാണ് ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ 2 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് നല്ലൊരു ക്ലീനായിട്ട് നല്ലൊരു ഗ്ലാസി ഫീൽ എന്നൊക്കെ പറയത്തില്ല, അതുപോലെയായിരുന്നു സ്കിൻ. അത്രയും നല്ല ക്ലിയറായിട്ടും ക്ലീനായിട്ടുമാണ് ഇരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഉപയോഗിച്ച് നോക്കാട്ടോ, വളരെ ധൈര്യമായിട്ട്. ഞാൻ സാധാരണ മുട്ടയുടെ വെള്ള മാത്രം ഇടയ്ക്ക് ഇങ്ങനെ ഇടാറുണ്ടായിരുന്നു. ഇതിപ്പോൾ ഞാൻ കോഫിയുടെ പൗഡർ ചേർത്തിട്ട് ഞാൻ ആദ്യമായിട്ടാണ് ഇട്ട് നോക്കുന്നത്. പക്ഷേ ഭയങ്കര എഫക്റ്റീവായിരുന്നു, ഭയങ്കര നല്ല. വാവ്, ഇപ്പം നിങ്ങൾക്ക് തന്നെ തോന്നില്ലേ എന്തൊരു ബ്രൈറ്റായി ഇത്. എവിടെയൊക്കെ ഇത് പറ്റിയതായിരുന്നു, നല്ല ബ്രൈറ്റായിട്ടേ, ഇത് നല്ല ഷൈനി ആയിട്ടുണ്ട് എല്ലായിടും അല്ലേ. ഇനിയിപ്പോൾ ഞാനിതൊന്ന് ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്തിട്ട് വരാവേ. അപ്പോൾ ഇതേ ഞാൻ എൻ്റെ മുഖമൊക്കെ കഴുകിയിട്ട് വന്നിട്ടുണ്ട്. എൻ്റെ മുഖമൊക്കെ കണ്ടോ എന്ത് ക്ലീനായിന്ന്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ജസ്റ്റ് ഒരു പാക്കും കൂടി ഇട്ട് കൊടുക്കണം. കാരണം നമ്മൾ എന്തെങ്കിലും സ്ക്രബ് ചെയ്യുമോ, അല്ലെങ്കിൽ നമ്മുടെ സ്കിന്ന് ഡെഡ് സ്കിന്നൊക്കെ റിമൂവ് ആകാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യുമോ, വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും ഒക്കെ റിമൂവ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ പോർസ് ഒക്കെ ഓപ്പൺ ആയിട്ടിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതൊന്ന് ക്ലോസ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു തണുത്ത ഒരു പാക്ക് നമ്മൾ ഇട്ട് കൊടുക്കണം നമ്മുടെ ഫേസിന്. അപ്പോൾ തണുപ്പ് ചെല്ലുമ്പോഴത്തേക്കും നമ്മുടെ ഓപ്പൺ പോർസ് ഒക്കെ അങ്ങ് ക്ലോസ് ആയിട്ടിരുന്നുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്ന ഒരു ശകലം ഹണി എടുത്തിട്ടുണ്ട്. ഒരു സ്പൂൺ ഹണി ഇല്ല, ഒരു സ്പൂണിലും താഴെ ഇച്ചിരി ഹണി എടുത്തിട്ടുണ്ട്. പിന്നെ ഇത് പപ്പായയുടെ ഒരു പീസാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് ഫ്രിഡ്ജിൽ ഇരുന്നായിരുന്നു, അതുകൊണ്ട് ഇതിന് തണുപ്പുണ്ട്. അപ്പം ഞാനിത് ഈ ഹണിയിലേക്ക് ഇങ്ങനെ മുക്കിയതിന് ശേഷം ഫേസിലേക്ക് ഇങ്ങനെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുവാണേ. അപ്പൊ ഇനിയിപ്പോ ഇത് നമുക്കൊരു ജസ്റ്റ് ഒരു 5 മിനിറ്റ് 6 മിനിറ്റ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്കൊന്ന് വാഷ് ചെയ്ത് കളയാം. അപ്പോൾ ഞാൻ എൻ്റെ മുഖത്തിട്ടിരുന്ന ഹണിയും പപ്പായയും കൂടെ ചേർത്തുള്ള പാക്ക് റിമൂവ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇപ്പം നിങ്ങൾക്ക് എൻ്റെ സ്കിൻ കാണുമ്പോൾ മനസ്സിലായിട്ടുണ്ടാവും എന്തോരം ക്ലീൻ ആയിട്ടുണ്ട് എന്നുള്ളത്. സ്കിൻ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടായിരിക്കും. അപ്പോൾ ഇത് വളരെ ഇഫക്റ്റീവ് ആയിട്ടുള്ള പാക്കാണ്. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, നമ്മുടെ മുഖത്ത് കുരുക്കളും പാടുകളും ടാഗുകളും ഒക്കെ ഉണ്ടാകും. കാരണം കാലാവസ്ഥയുടെ ചേഞ്ച് കൊണ്ടും നമ്മുടെ ശരീരത്തിൻ്റെ ഹോർമോൺ ചേഞ്ച് കൊണ്ടും ഒക്കെ ഇതൊക്കെ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അതൊരു പരിധി വരെ നമുക്ക് കുറച്ച് നിർത്തണം എന്നുണ്ടെങ്കിൽ, അതിനെ ചെറുത്ത് നിർക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ സ്കിൻ എപ്പോഴും നമ്മൾ ക്ലീൻ ആക്കി വെക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അങ്ങനെ ക്ലീൻ ആക്കി വെക്കാനായിട്ട് വളരെ നല്ലൊരു പായ്ക്കാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. അപ്പോൾ ഇത് നമുക്കറിയാം, നമ്മൾ ആ പാക്ക്, നമ്മൾ ആ പീൽ ഓഫ് മാസ്കിന്റെ പാക്ക് അങ്ങ് ഇട്ട് കഴിയുമ്പോഴത്തേക്കും അത് കുറച്ച് നേരം എടുക്കും ഉണങ്ങാനായിട്ട്. അപ്പോൾ ആ ഉണങ്ങാൻ എടുക്കുന്ന നേരം കൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിലെ ഇളകിയിരിക്കുന്ന ഡെഡ് സ്കിൻ സെൽസും അതുപോലെ വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും ഒക്കെ ഒന്ന് സോക്കായിട്ട് അത് ഉണങ്ങി നമ്മൾ റിമൂവ് ചെയ്യുന്ന സമയത്ത് അത് കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ആകും. നമ്മുടെ സ്കിന്ന് നല്ല ക്ലീൻ ആയിട്ടിരിക്കും. അതുകൊണ്ട് തന്നെ ഈ പാക്ക് വളരെ ഇഫക്റ്റീവാണ്. അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിന് ഗ്ലോ തരാനും നല്ല സ്കിന്ന് ബ്രൈറ്റ് ആയിട്ടിരിക്കാനും ഒക്കെ വളരെ ഇഫക്റ്റീവ് ആയിട്ടുള്ള ഒരു പാക്കാണ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ. അപ്പോൾ എല്ലാവരും എന്നും നല്ല സുന്ദരികളായിട്ടിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ബൈ.